നമ്മുടെ സർക്കാർ സംവിധാനത്തിന് മാനക്കേടുണ്ടാക്കുന്ന ചില ആൾക്കാർ അത് അതിനകത്ത് ജോലി ചെയ്യുന്നുണ്ടാകും. അങ്ങനെയുള്ള ചില ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് പറയുന്നത് കൈക്കൂലിക്കാരെ കുറിച്ചാണ്. മാന്യമായ ശമ്പളം സർക്കാർ ഇവർക്കെല്ലാം നൽകുന്നുണ്ട്. പക്ഷേ ചില സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ലാത്ത മട്ടാണ്. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന വനം വകുപ്പിനെ വെട്ടിലാക്കിയാണ് ഇപ്പോൾ കൈക്കൂലി ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. കൈതച്ചക്ക നടാനുള്ള അനുമതിക്ക് വേണ്ടി പോലും 50,000 രൂപ കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. എന്തായാലും നടപടിയെടുത്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അനന്തൻ, എന്തൊരു നാണക്കേടാണ്! കൃത്യമായി പോകുന്ന ഒരു സംവിധാനത്തിലൊക്കെ ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. വനവകുപ്പിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപക്ഷെ വലിയ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കൈക്കൂലി ആരോപണം വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ആർക്കൊക്കെ എതിരെയാണ് ഈ പരാതി? പൂജ, സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിക്കുന്നതും സർക്കാർ വകുപ്പുകളിൽ അഴിമതി നടക്കുന്നതും ഒന്നും പുത്തരിയല്ല. അതുമായി ബന്ധപ്പെട്ട് ഈ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഉദ്യോഗസ്ഥരുടെ വാർത്തകളും ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അതിനൊരു വ്യത്യസ്തതയുള്ളത്, കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വാർത്ത ഈ വനാതിർത്തികളിലുള്ള ജനങ്ങളുടെ ജീവിതമാണ്. അവിടെ വന്യമൃഗങ്ങളുമായി ജനങ്ങൾ മല്ലിട്ട് ജീവിക്കുകയാണ്. പല ജീവനുകളും വന്യജീവി ആക്രമണങ്ങളിൽ പൊലിയുന്നു. ജനങ്ങൾ ഇന്ന് നമ്മൾ കണ്ടതാണ്, വയനാട്ടിൽ വലിയ പ്രക്ഷോഭത്തിലാണ്. ഈ ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ കാണിക്കുന്നു. വനംവകുപ്പാണ് പ്രതിസ്ഥാനത്ത് ജനങ്ങൾ നിർത്തുന്നത്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സേവനത്തിനു വേണ്ടി കാട്ടിൽ ദിവസങ്ങളോളം ജോലി ചെയ്യുകയുമാണ്. ഈ ഘട്ടത്തിലാണ് വനംവകുപ്പിനുള്ളിലെ ഒരു കൈക്കൂലി കഥ പുറത്തു വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടും വനംവകുപ്പിനോടും സങ്കടമാണോ ദേഷ്യമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയ്ക്കും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം ആണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽ പെടുന്നു എന്നുള്ളത്. തിരുവനന്തപുരം പരുത്തിപ്പള്ളി റേഞ്ചിലെ 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് നടപടി നേരിടുന്നത്. റേഞ്ച് ഓഫീസർ സുധീഷ് കുമാർ, അവിടുത്തെ ഡ്രൈവർ ദീപു. ഈ 2 പേരും ചില്ലറ കൈക്കൂലിയൊന്നുമല്ല വാങ്ങിച്ചത്, ലക്ഷങ്ങളാണ്. അതിൽ ഏതൊക്കെ രീതിയിലുള്ള കൈക്കൂലിയാണെന്നൊക്കെ വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒന്ന്, ഇരുതലമൂരിയെ കടത്തിയ ഒരു കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. മറ്റൊന്ന്, ഈ കള്ളത്തടിയുമായി പോയ ലോറി പിടിച്ചു. ആ ലോറി വിട്ടുകൊടുക്കാൻ വേണ്ടി 50,000 രൂപ വാങ്ങിച്ചു. ഏറ്റവും കഷ്ടം, ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന ഒരു കർഷക കുടുംബം. അവരവിടെ നേരത്തെ അവരുടെ വസ്തുവിൽ റബ്ബറാണ് നട്ടിരുന്നത്. ഈ റബ്ബർ വെട്ടിമാറ്റി അവിടെ കൈതച്ചക്ക നടാൻ വേണ്ടി തീരുമാനിച്ചു. റബ്ബർ നഷ്ടത്തിലാണല്ലോ. അപ്പോൾ ഈ കൈതച്ചക്ക നടാൻ വേണ്ടി വനംവകുപ്പിന് അനുമതിക്ക് എന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ അവരുടെ കയ്യിൽ നിന്നും 50,000 രൂപയാണ് ചോദിച്ചത്. മറ്റൊരു തടിമില്ലിൽ റെയ്ഡിന് പോയി. അവിടെ പോയിട്ട് ആ ഉടമയോട് 3,000 രൂപ വാങ്ങിച്ചു. അപ്പോൾ കിട്ടുന്നതെല്ലാം വാങ്ങിച്ചങ്ങ് കൂട്ടുകയാണ്. ലക്ഷങ്ങൾ അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. ഇവർ ഈ കൈക്കൂലി വാങ്ങിക്കുന്നതിന് ചില ഇടപാടുകൾ ഈ റേഞ്ച് ഓഫീസറും ഈ ഡ്രൈവറും തമ്മിൽ നടത്തിയിട്ടുണ്ട്. ഇവരുടെ ഈ കൈക്കൂലി വാങ്ങൽ ഏർപ്പാട് ഗൂഗിൾ പേ വഴിയാണ്. അത് സ്വന്തം ഗൂഗിൾ പേയിലേക്കല്ല, സുഹൃത്തുക്കളുടെ ഗൂഗിൾ പേയിലേക്കാണ് ഈ കൈക്കൂലി വാങ്ങുന്നത്. മാത്രമല്ല, ഈ കേസിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെടുന്ന പ്രതികളെ രക്ഷിക്കാനാണ് ഇവരുടെ മെയിൻ കൈക്കൂലി. മാത്രമല്ല, ഈ രക്ഷപ്പെടുന്ന പ്രതികൾ, അങ്ങനെ രക്ഷപ്പെടുത്തി കൊടുക്കുന്ന പ്രതികളെ വീണ്ടും ഈ കുറ്റം ചെയ്യാൻ ഇവർ പ്രേരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ സ്ഥിരം കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക, കുറ്റം ചെയ്യിപ്പിക്കുക, അവരിൽ നിന്ന് വീണ്ടും കൈക്കൂലി വാങ്ങിച്ച് അവരെ കേസിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പോൾ ഇതൊരു കൊയ്ത്ത് മേഖലയായിട്ട് തന്നെയാണ് ഈ 2 ജീവനക്കാരും കരുതുന്നത്. ഏതായാലും അവരുടെ മേൽ പിടി വീണു. വനംവകുപ്പ് ഇന്റലിജൻസ് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വിജിലൻസ് അന്വേഷണം നടത്തി ഈ 2 പേരും കൈക്കൂലിക്കാരാണെന്ന് കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ശരിയാണ് തന്നെ. ഈ കഴിഞ്ഞ ബുള്ളറ്റിനുകളിൽ വരെ നമ്മൾ കാണുന്നതാണ് എത്രത്തോളം പ്രതിരോധത്തിലായി നിൽക്കുകയാണ് വനവകുപ്പ് എന്നുള്ളത്. ഈ കാട്ടാന അതുപോലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം, കൃഷി നശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ കണ്ണീരെല്ലാം തന്നെ ഈ ഓരോ ദിവസവും നമ്മൾ കാണുന്നതാണ്. അതിനിടയിലാണ് വകുപ്പിന് പോലും നാണക്കേടുണ്ടാക്കുന്ന രീതിയിൽ, കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഉള്ളത്. എന്ത് നാണക്കേടാണ്!